ഞങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടിയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇതെന്നുള്ളത് CPIM വിലയിരുത്തിയിട്ടുള്ളതാണ്. ആ CPIMൻ്റെ വിലയിരുത്തൽ നേരിട്ട് അനുഭവിച്ച അനുഭവമാണ് ഇന്നുള്ളത്. ഇപ്പോൾ ഇന്ന് അതിരാവിലെയാണ് കേരളത്തിൽ CPIMൻ്റെ PB അംഗവും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായിയുടെ താമസ സ്ഥലത്തും ഒരു ഡസനോളം കേന്ദ്രങ്ങളിലും EDയുടെ റെയ്ഡ് നടന്നത്. യാതൊന്നും തന്നെ സംശയാസ്പദമായ യാതൊരു വസ്തുക്കളും തെളിവുകളും തങ്ങൾ കിട്ടിയില്ല എന്ന് പിണറായിയിലുള്ള സഖാവ് പിണറായിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണത്തിന് ശേഷം, തിരച്ചിലിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോയത്. അപ്പം നമ്മളെല്ലാം കാണുന്നത് പോലെ BJP രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംവിധാനങ്ങളെ EDയെയും CBIയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും എല്ലാം യാതൊരു കൂസലുമില്ലാതെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ED അന്വേഷണത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നയാളാണ്. അതുപോലെ ഒരുപാട് ആളെ കാണാൻ കഴിയും. പക്ഷേ CPIMൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. CPIM നേതാക്കന്മാർ കീഴടങ്ങുന്നവരല്ല. EDയോ ഇൻകം ടാക്സുകാർക്കോ വന്നാൽ പിടികൂടാൻ പറ്റുന്ന എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തിട്ടുള്ളവരുമല്ല. അത് വലിയൊരു പരിധിയോളം ഇന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെതിരെയായി കേരളത്തിലുടനീളം പ്രതിഷേധമുണ്ടായി, കേരളത്തിന് പുറത്ത് പ്രതിഷേധമുണ്ടായി. അതാണ് തലസ്ഥാന നഗരിയിൽ ഞങ്ങളെല്ലാം പങ്കെടുത്ത് നടത്തിയ പ്രതിഷേധത്തിൻ്റെ അനുഭവം. പക്ഷേ വളരെ മോശമായ സംസ്കാരശൂന്യമായ വിധത്തിലാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ബൃന്ദ കാരറ്റ് ഉണ്ടായിരുന്നു, പെൺകുട്ടികളും വനിതകളും ഉണ്ടായിരുന്നു, അവരെല്ലാം ഡൽഹി പോലീസ് കൈകാര്യം ചെയ്ത് അതിനുശേഷം ഞങ്ങളെ ഒരു 60 കിലോമീറ്റർ ദൂരെയുള്ള ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഏരിയയിലെ ഏറ്റവും അകലമുള്ള ഒരു സ്ഥലത്താണ്, 58 കിലോമീറ്ററോ മറ്റോ ദൂരെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം 3 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പെട്രോളും ഡീസലിൻ്റെയൊക്കെ ഉപയോഗം കരുതി വേണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന സമയത്താണോ നിങ്ങൾ ഇത്രയും പെട്രോൾ എരിച്ച് ഞങ്ങളെ വളരെ ദൂരേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഞങ്ങൾ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 7 മണിക്കാണ് ഞങ്ങളെ വിട്ടത്. കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആക്രമണം നരേന്ദ്രമോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും മോഹൻ ഭഗത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറ്റ് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ നടത്തി വരുന്ന ആക്രമണത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പരാതിപ്പെട്ട് പോന്നിട്ടുള്ള ഒരു പാർട്ടി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. കേരളത്തിൽ തന്നെ പലതവണ വന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചോദിച്ചു, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ചോദിച്ചു. പക്ഷേ ED സഖാ പിണറായി വിജയൻ്റെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം അരിച്ചു പെറുക്കിയിട്ടും സഖാ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിന് ദുരുപയോഗപ്പെടുത്താവുന്ന വിവരങ്ങൾ പോലും, വ്യാഖ്യാനിച്ച് ഒപ്പിക്കാവുന്ന വിവരങ്ങൾ പോലും അവർ കിട്ടിയില്ല. കേരള മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുമെല്ലാം ഇപ്പോൾ ഈ സംഭവവാസ്തവങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിഞ്ഞുകൂടാ. എന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമല്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും കാണിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹം. ഇത്രയും വലിയ റെയ്ഡ് നടന്നിട്ടും 2 തവണ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു ഒരു മൗനം തുടരുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് എന്ന് പറയാൻ കഴിയും. കൂട്ടുകെട്ടെന്ന് ആരോപിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനാവശ്യമായിട്ടുള്ള കൂടുതൽ വസ്തുതകളും വിവരങ്ങളും വേണം. എന്തായാലും കേരളത്തിൽ
കോൺഗ്രസും ബി ജെ പിയും ഒരേ സ്വരത്തിലും ഒരേ ഭാഷയിലുമാണ് സംസാരിച്ച് പോന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. നിയമസഭയിലേക്ക് അവർക്ക് മുമ്പ് ഒരാളെ കിട്ടിയത് വളരെ വ്യക്തമായും കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇത്തവണ 3 പേര് ജയിച്ചിടത്തും LDFും CPIയുമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആയിരുന്നു ഫൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പൊതുവിൽ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ടോടെ പ്രവർത്തിച്ചതെന്നുള്ളത് കൂടുതൽ നോക്കിയതിന് ശേഷമേ പറയാൻ കഴിയൂ.